ചൈനയ്ക്ക് വമ്പൻ പണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു രാജ്യങ്ങൾക്കുള്ള പകരത്തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. ചൈന 84% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. മറ്റു രാജ്യങ്ങൾക്ക് 90 ദിവസത്തേക്ക് തിരിച്ചടി തീരുവ 10% മാത്രമാക്കി ട്രംപ് അറിയിച്ചു. ഇത് മൂന്നാം തവണയാണ് അമേരിക്ക ചൈനയ്ക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. US ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായി ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നടക്കം ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്നുവെന്നും ഈ രാജ്യം അമേരിക്കയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ആരോപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പണം കൊണ്ട് മറ്റു രാജ്യങ്ങളെല്ലാം സമ്പന്നരായെന്നും പുതിയ നടപടിയിലൂടെ രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ വരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം നിലവിൽ വന്നതോടെ ചൈനയും യൂറോപ്യൻ യൂണിയനും പകരത്തീരുവ അമേരിക്കയ്ക്കെതിരെ ചുമത്തിയിരുന്നു. പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ചൈനയും ഇന്ത്യയും അടക്കം 86 രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് ഭീമൻ തീരുവകൾ ചുമത്തിയിരുന്നത്. അമേരിക്കയുടെ പുത്തൻ നയത്തിന്റെ ഏറ്റവും വലിയ ഇര ചൈനയാണ്. അതേസമയം ഏപ്രിൽ 2-നാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഏപ്രിൽ 1 ലോക പിഡ്ഢി ദിനമായതിനാൽ ഏപ്രിൽ 2 മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വർഷം തുടക്കം 20% തീരുവയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 34% തീരുവ കൂടി അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ 54% മാറി. ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് പകരമായി ചൈന 34% അധിക തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതുകൂടാതെ അപൂർവ ഭൗമ ധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 30ഓളം US സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% മുതൽ 49% വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത്. അതേസമയം അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. തീരുവ കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. 20% പകരച്ചുങ്കം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് ഡിസ്കൗണ്ടുള്ള പകരച്ചുങ്കം എന്ന് പറഞ്ഞ് 27% തീരുവയാണ് ട്രംപ് ചുമത്തിയിരുന്നത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20% തീരുവയും UK-ക്ക് 10% തീരുവയും ജപ്പാന് 24% തീരുവയുമാണ് ഏർപ്പെടുത്തിയിരുന്നത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള 10% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക്. വർഷങ്ങളോളം മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിച്ചു. ഇനി അതുണ്ടാകില്ലെന്ന് ട്രംപ് വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡനിൽ പ്രസംഗിക്കവേ പറഞ്ഞിരുന്നു. അമേരിക്ക അതിന്റെ വ്യാപാരം തിരിച്ചുപിടിച്ച ദിവസമായ ഏപ്രിൽ 2 വിമോചന ദിനമായി അറിയപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. 10% തീരുവ ഏപ്രിൽ 5 മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ രാജ്യങ്ങൾക്കുള്ള കൂടിയ തീരുവ ഏപ്രിൽ 9 പ്രാബല്യത്തിൽ വരിക എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പകരച്ചുങ്കം US-ന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.